സ്നേഹസമ്പന്നരായ ഗുരുദേവ ഭക്തരെ, വത്തിക്കാനിൽ വെച്ച് ഒരു ലോകമത പാർലമെൻറ്റ് നവംബർ മാസം 29, 30, ഡിസംബർ 1 തീയതികളിലായി ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതായി താങ്കൾ ഇതിനകം അറിഞ്ഞിരിക്കുമല്ലോ. ഗുരുദേവൻ ആലുവായിൽ നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വത്തിക്കാൻ സമ്മേളനം നടക്കുന്നത്. അഭിവന്ദ്യനായ മാർപ്പാപ്പയുടെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി അദ്ദേഹം കൂടി പങ്കാളിയാകുന്ന ഈ മതമഹാ പാർലമെൻറ്റ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമായി മാറുകയാണ്. ലോകത്തിലാദ്യമായി ഗുരുദേവൻ നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ മഹാസമ്മേളനം വഴി മതമല്ല വലുത്, മനുഷ്യനാണ് വലുതെന്നുള്ള മഹാസന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ശിവഗിരി മഠത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഗുരുദേവൻ ശിവഗിരിയിൽ സ്ഥാപിച്ച എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കണം, അതിനുവേണ്ടി സ്ഥാപിച്ച മതമഹാപാഠശാല, സർവമത പാഠശാല, അതിൽ പഠിച്ച സന്യാസിമാരാണ് ഗുരുദേവൻ്റെ മഹിതമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിന് വെളിയിൽ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലുമായി സർവമത മഹാസമ്മേളനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു മുന്നോട്ട് വന്നിട്ടുള്ളത്. വത്തിക്കാൻ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മാർച്ച് അവസാനത്തോടുകൂടി ലണ്ടനിൽ വെച്ച് ഒരു മഹാസമ്മേളനം നടക്കുന്നുണ്ട്. അതുപോലെ ഡൽഹി, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചും അന്തർദേശീയ പ്രാധാന്യത്തോടുകൂടി ഗുരുദേവൻ്റെ പലമതസാരവും ഏകം എന്നുള്ള ആ മഹിതമായ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് സമ്മേളന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും 150 പ്രതിനിധികളാണ് വത്തിക്കാനിലേക്ക് പോകുന്നത്. പ്രധാനപ്പെട്ട മതങ്ങളുടെ എല്ലാം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അഭിവന്ദ്യനായ മാർപ്പാപ്പ ആശീർവദിച്ച് അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സച്ചിദാനന്ദ സ്വാമിയാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കർദിനാൾ മിഖായേൽ അങ്കൽ ആയിസോ കിസോട്ട് എന്നുള്ള ക്രൈസ്തവ പുരോഹിതനാണ്. അതുപോലെ ശ്രീ ജോർജ് ജേക്കബ് കൂവക്കാട്ട്, അദ്ദേഹം അടുത്ത കാലത്ത് കർദിനാളായി മാറി. അദ്ദേഹമാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് എല്ലാവിധമായ സഹായസഹകരണങ്ങളും നൽകിയത്. ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLAയും, അതുപോലെ ബഹ്റിനിൽ നിന്നുമുള്ള ശിവഗിരി മഠത്തിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ KG ബാബുരാജും, ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധിയായ വീരേശ്വരാനന്ദ സ്വാമിയോടൊപ്പം വത്തിക്കാനിൽ പോവുകയും മാർപ്പാപ്പയെ കണ്ട് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കുകയുമാണ്. വത്തിക്കാനിൽ വെച്ച് സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ മൂവരുടെയും നേതൃത്വത്തിൽ നമ്മളുടെ ജോർജ് ജേക്കബ് കൂവക്കാട്, ചങ്ങനാശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം, അദ്ദേഹമാണ് ചെയ്ത് തന്നിട്ടുള്ളത്. ശിവഗിരി മഠത്തിൽ നിന്നും
ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ, ധർമ്മ ചൈതന്യ സ്വാമികൾ, വിശാലാനന്ദ സ്വാമികൾ, ഹംസ തീർത്ഥ സ്വാമികൾ, ആര്യനന്ദാദേവി, ഇങ്ങനെയുള്ള സന്യാസി വര്യന്മാരൊക്കെ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇസ്ലാം മത പണ്ഡിതനും നേതാവുമായ പാണക്കാട് സാദിഖലി തങ്ങൾ അവർകൾ ഇതിൽ പങ്കെടുക്കുന്ന മറ്റൊരു മഹത് വ്യക്തിയാണ്. കർണാടക സ്പീക്കർ ശ്രീ UT ഖാദർ അവർകൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും ശ്രീ സനീഷ് കുമാർ, അതുപോലെ ശ്രീ സജീവ് ജോസഫ്, PV ശ്രീനിജൻ, തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഇനിഗോസ് തുടങ്ങി 5 MLA ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഫാദർ കോശി ജോർജ് വരിഞ്ഞുവിള, ഫാദർ ഡേവിസ് ചിറമേൽ, ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പറമ്പിൽ കോട്ടയം തുടങ്ങിയ വൈദികന്മാരും ഈ സമ്മേളനത്തിൽ വന്ന് പങ്കാളികളാകുന്നുണ്ട്. പഞ്ചാബിൽ നിന്നും മിസ്റ്റർ രഞ്ജിത് സിംഗ്, അതുപോലെ കർദിനാളായിട്ടുള്ള, അതുപോലെ ജോർജിയൻ യൂണിവേഴ്സിറ്റിയിലെ ശ്രീ മിഥിൻ J. ഫ്രാൻസിസ്, വത്തിക്കാനിലെ ഹൈന്ദവ സഭയുടെ പ്രതിനിധിയായ സ്വാമിനി സുധാനന്ദ ഗിരി സ്വാമിനി തുടങ്ങിയ മഹത് വ്യക്തികളും സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 29-ാം തീയതി വൈകുന്നേരം സ്നേഹവിരുന്നാണ്. മതത്തിൻ്റെ പ്രതിനിധികൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും പരിചയപ്പെടുകയും ഗുരുദേവൻ്റെ ഏകലോക ദർശനത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്യും. 30-ാം തീയതി രാവിലെ മുതൽ സായം സന്ധ്യ വരെ സമ്മേളന പരിപാടികൾ മത പാർലമെൻറ്റാണ്. ഡിസംബർ 1-ാം തീയതി വത്തിക്കാനിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു പൊതു സമ്മേളനമാണ് നടക്കുന്നത്. സമ്മേളനത്തിൽ വെച്ച് സച്ചിദാനന്ദ സ്വാമി എഴുതിയ സർവമത സമ്മേളനത്തെ ആസ്പദമാക്കി സർവമത സമ്മേളനവും ലോക സമാധാനവും എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ ഇറ്റാലിയൻ പരിഭാഷ ഡോക്ടർ സബ്രീന ലത്തീഫ് അവരുകളാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൻ്റെയും അതുപോലെ ഗുരുദർശനത്തിലൂടെ ലോകസമാധാനം എന്നുള്ള ഗ്രന്ഥം ശ്രീ വേണു തർജ്ജമ ചെയ്തത്, ഈ 2 ഗ്രന്ഥങ്ങളും അവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട്. ഗുരുദേവനെ സംബന്ധിച്ച ഇംഗ്ലീഷിലും മലയാളത്തിലുമായ ഗ്രന്ഥങ്ങൾ മാർപ്പാപ്പയ്ക്ക് നൽകുന്നുണ്ട്, കർദിനാൾമാർക്ക് നൽകുന്നുണ്ട്. ഗുരുദേവ സന്ദേശ പ്രചരണം ഒരളവ് വരെ നിർവഹിക്കുവാൻ, ഇന്ത്യക്ക് വെളിയിൽ ഒരളവ് വരെ നിർവഹിക്കുവാൻ ഈ മഹാസമ്മേളനം സഹായകമായി തീരും എന്നുള്ളതാണ് നമ്മളുടെ പ്രത്യാശ. മതമല്ല വലുത്, മനുഷ്യനാണ് വലുത്. അതുകൊണ്ട് എല്ലാവരും ആത്മസഹോദരരാണ്. ലോക മക്കളായ മുഴുവൻ ആളുകളും ഒരേ ഒരു അദ്വൈത സത്യത്തിൻ്റെ, ഈശ്വര സത്യത്തിൻ്റെ സ്ഫുരണങ്ങളായി ആത്മസഹോദരങ്ങളായി ജീവിക്കണമെന്നുള്ള ഗുരുദേവൻ്റെ ഉദ്ബോധനത്തിലൂടെയാണ് ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നത്. അതാണ് ലോകശാന്തിക്ക് ഉപയുക്തമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഗുരുവിൻ്റെ ഈ മഹിതമായ ദർശനം വത്തിക്കാനിലെത്തി ലോക ജനസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ശിവഗിരിയിലെ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ സംഘത്തിന് സാധിച്ചിരിക്കുന്നു. അത് ഗുരുദേവ കാരുണ്യമാണ്, അനുഗ്രഹമാണ്, നിയോഗമാണ്. ഇതിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെ സമ്മേളനങ്ങൾ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവർക്കും
മഹാഗുരുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളങ്ങൾ ആശംസിച്ചു കൊള്ളുന്നു. നമോ വാഗം.